പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാലേ, എന്തെങ്കിലുമൊക്കെ ക്രേസി ആയിട്ടുള്ള ഓരോ ടോപ്പിക്കും കൊണ്ടായിരിക്കും ഞാൻ ഡെയിലി വരുന്നത്. കുറേ ആൾക്കാർക്കെങ്കിലും അത് കാണുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ഫണ്ണി അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ തോന്നുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഫേസ് പാക്കിനെ കുറിച്ചാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഈവൻ 50 years കഴിഞ്ഞവരും 60 years ആയവർ പോലും ഇപ്പൊ ഭയങ്കരമായിട്ട് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഭയങ്കരമായിട്ട് അവർ ഭയങ്കര വറിയിലാണ്. അവരുടെ മുഖത്തൊരു കുരു വന്നാലോ അല്ലെങ്കിൽ എന്താ പറയണേ, ഈ കണ്ണിന് ചുറ്റും കറുപ്പ്, അങ്ങനെ ഏതോ ഒരു വിധത്തിൽ ഹെൽത്തിനേക്കാളും കൂടുതൽ അവർ ബ്യൂട്ടിയെ കുറിച്ചാണ് കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത്. ഈവൻ എന്താ പറയുക, സെലിബ്രിറ്റീസ് മാത്രമല്ല, കോമൺ ആളുകൾ പോലും ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഹെൽത്തിന് ബ്യൂട്ടിയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. അറിയാലോ, ആണുങ്ങളും ഉണ്ടാവാമായിരിക്കും, പക്ഷെ അറിയാലോ പെണ്ണുങ്ങളാണ് കൂടുതലായിട്ടും ഈ ബ്യൂട്ടിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് അറിയാലോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇതിനു മുമ്പിലും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പീരിയഡ്സിന്റെ ബ്ലഡ് കൊണ്ടിട്ട് ഫേസ് പാക്ക് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ന്യൂസ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും കുറെ ന്യൂസ് വന്നു അതിനെക്കുറിച്ച് തന്നെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഫേസ് പാക്ക് ഈ പീരിയഡ്സിന്റെ ബ്ലഡ് കൊണ്ടിട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഭയങ്കര ഗുണങ്ങളാണ്, ഭയങ്കര ഗ്ലോ വരുന്നു, സംതിങ് അതിന്റെ യൂസസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്ത്യയിൽ ആരും ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല. ഈ ഫോറിൻ കൺട്രീസിലുള്ളവരാ കൂടുതലും അത് അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഒരു ന്യൂസിൽ കണ്ടു, അപ്പി, അതായത് അറിയാലോ നമ്മളുടെ ഷിറ്റ്, അത് വച്ചിട്ട് ഫേസ് പാക്ക് ഇട്ടു അത്രേ. ഫേസ് പാക്ക് ഇട്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ സെയിം ഗ്ലോക്ക് വേണ്ടിയിട്ടും പ്ലസ് ആന്റി ഏജ് കുറയാൻ വേണ്ടിയിട്ടാണ് അത്രേ. ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. ഫേസിലിട്ട് കഴിഞ്ഞാൽ വയസ്സ് കുറയുന്നു എന്നൊക്കെയാണ്. അത് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ അതിട്ട ആൾ. അത് ഫോറിൻ കൺട്രീസിലുള്ള ഒരാൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഒരു ലേഡിയാണ്. ലേഡീസ് അല്ലേ ഇത് ഇമാതിരി പണിക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ അതിന് വെറുതെ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്താലല്ലേ ഇന്നത്തെ കാലത്ത് വൈറലാകാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ അങ്ങനെ ചെയ്തതാണോ എന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ന്യൂസ് മാത്രമേ നോക്കിയുള്ളൂ. അപ്പൊ അവര് ഇപ്പൊ ചെയ്യുന്നവരെന്തായാലും പറയല്ലോ ഇതിന് ഈ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളുണ്ട്. ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും എന്താ പറഞ്ഞാൽ കുറെ ആൾക്കാരപ്പോൾ വരുമല്ലോ, ഇതിനൊരു ഗുണമില്ല പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ വീഡിയോസ് ഇപ്പോഴത്തെ ആൾക്കാർ ഇടാറുണ്ട്. ചിലപ്പോൾ ഒരു ഫോട്ടോ വന്നിട്ട് ഇതിലെന്താണുള്ളതെന്ന് നോക്കുന്നു പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, സാധാ ഫോട്ടോ ആയിരിക്കും. അത് കണ്ടിട്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പോലെ. അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. ആൾക്കാരുടെ ചിന്തകളൊക്കെ പോകുന്ന വഴി എങ്ങനെയൊക്കെ വൈറലാവാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താലല്ല ഇന്നത്തെ കാലത്ത് നോക്കുള്ളൂ. ഈവൻ കോമഡി പോലും ഔട്ട്ഡേറ്റഡ് ആയിപ്പോ. എത്ര കോമഡി എന്ന് പറഞ്ഞാൽ പുതിയത് ചെയ്തില്ലെങ്കിൽ വീണ്ടും ബോറടിക്കും. ഇപ്പം എന്താ പറയില്ല, നമ്മൾ ഒരു പ്രാവശ്യം ചിരിച്ച വീഡിയോ പിന്നെയും കണ്ടാൽ ചിരി വരില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ കോമഡി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. പിന്നെ വന്നിട്ട് ഇതേപോലെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് മുഖത്ത് തേക്കുക, അവിടെ തേക്കുക, ഇവിടെ തേക്കുക, അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം കണ്ടു മൊത്തം പൊള്ളി, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാലും വേഗം ഫേമസ് ആവാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ പിന്നിൽ അവർ ജസ്റ്റ് ഫേമസ് ആകാൻ വേണ്ടി ചെയ്തതാണോ അല്ല, നോർമലി നമുക്കറിയാവുന്നല്ലേ ഈ ഫോറിനേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ഫേസ് ഒക്കെ നല്ല വെളുത്തിട്ട് നന്നായിട്ടുണ്ടാവും. പിന്നെ ഇത് ആന്റി ഏജിങ്, അത് ഏജ് ബാക്കിലേക്ക് ആവും എന്നുള്ളതൊന്നും എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. ഇപ്പം പീരിയഡ്സിന്റെ ബ്ലഡ് വെച്ചിട്ട് അവർ ചെയ്തത് കൂടെ എനിക്ക് തോന്നുന്നു അത് സംവാട്ട് ഓക്കെയാണ്. എന്താ പറയുക, ഞാൻ മുമ്പിൽ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് എടുക്കുന്ന പോലെ തന്നെയുള്ള ആ ബ്ലഡ് എടുത്ത് തേക്കുന്നതും. പക്ഷെ ഇത് വന്നിട്ട് എനിക്കറിയില്ല, ഇതില് നമ്മുടെ ബ്ലഡില് കുറെയൊക്കെ എന്തൊക്കെയോ ഗുണങ്ങളുണ്ടല്ലോ നോർമൽ നമ്മുടെ ബ്ലഡിന്. പക്ഷെ ഈ നമ്മുടെ അപ്പിക്ക് വന്നിട്ട് എന്താ ഉണ്ടാവുക, അതിനുള്ളിൽ ഈക്കോലൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആണുള്ളത്. ഈവൻ ഈ ഈക്കോലൈ കൂടുതലുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ വാട്ടറിൽ കലങ്ങിയ പോലെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. മീൻസ് അപ്പി കലങ്ങിയാലല്ല, വെള്ളത്തിൽ കൂടുതൽ ഈക്കോലൈ ബാക്ടീരിയ ഉണ്ട്. ഇനി ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം, വലിയ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫേസ് പാക്കിനൊക്കെ നല്ല വില കൂടിയ ഫേസ് പാക്കിനൊക്കെ ഒരുപാട് വിലയല്ലേ, നല്ല എന്താ പറയുക, ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരുമല്ലോ.
അപ്പൊ ഇതിന് കൂടുതൽ കാശ് കൊടുക്കാൻ വേണ്ട, ഡെയിലി ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ, അപ്പൊ പിന്നെ യൂസ് ചെയ്യാലോ. പിന്നെ അതിന്റെ സ്മെല്ലൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ ഇതുകൊണ്ട് എനിക്കറിയില്ല എന്തെങ്കിലും യൂസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. അപ്പൊ ഈ ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് വന്നതാണ്. ആർക്കെങ്കിലും പരീക്ഷിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാട്ടോ. അപ്പൊ അത് ഒരു വൈറലാകാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇട്ടാലും മതി വീഡിയോ. അത് റിയൽ ആണോ അല്ലയോ എന്ന് കൂടെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്ന് ഞാനേ വിചാരിച്ചു രാവിലെ നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, അത് കറി വെക്കാൻ വേണ്ടി വേവിച്ചപ്പോൾ അതിന്റെ കളറ് ആ യെല്ലോ കളറാണ് വരുന്നത്. അതിൽ കുറച്ച് മുളക് പൊടി എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളുടെ അപ്പിയുടെ കളർ വരുമല്ലോ. ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടും അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയി കാണിക്കുകയും ചെയ്യാം. നമുക്കറിയില്ല, അവിടെ നേരിട്ട് പോയി നിന്ന ഒരാൾക്കല്ലേ അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. വീഡിയോയിൽ കൂടെ നമുക്ക് അത്രയ്ക്കൊന്നും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമൊന്നുമില്ല ഇത് തന്നെയാണോ സംഭവം എന്നുള്ള കാര്യം. പക്ഷെ എന്തായാലും ഞാനൊരു വീഡിയോ കണ്ടില്ല കേട്ടോ, ഞാൻ അതിന്റെ പോസ്റ്റ് ഇത് ന്യൂസാണ് കണ്ടത്. ആ ന്യൂസിൽ ജസ്റ്റ് ഇങ്ങനെ ആ ഫോട്ടോ മാത്രമേ ഉള്ളൂ ആളുടെ ഫേസിന്റെ. സോ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമന്റിൽ പറയൂ എല്ലാവരും.